ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ പാനൽ ബോർഡ്, അതായത് ഒരു ബിൽഡിങ്ങിൻ്റെയൊക്കെ പാനൽ ബോർഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും അത് വരുന്ന രീതി എങ്ങനെയാണ് നമ്മളൊന്ന് നോക്കുന്നത്. ഇതുപോലെ ഒരു ട്രേ ചെയ്തിട്ടുണ്ട്. ഈ ട്രേയിലൂടെയാണ് എല്ലാ കേബിളുകളും എല്ലാ ഫ്ലോറുകളിലേക്കും പോകുന്നത്. ഈ വരുന്ന കേബിളാണ് KSEBിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന കേബിൾ. 70ൻ്റെ കേബിളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സിസ്റ്റം RYB പിന്നെ ബ്ലാക്ക് കൂടി വരുന്ന രീതിയിലാണ്. അതായത് റെഡ്, യെല്ലോ, ബ്ലൂ പിന്നെ വരുന്നത് ബ്ലാക്ക്. ഇങ്ങനെ മൂന്ന് ഫേസും ഒരു ന്യൂട്രലുമാണ് നമുക്ക് KSEBിൽ നിന്ന് കിട്ടുന്നത്. അതായത് KSEBിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന കേബിളാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. ഇത് സിസ്റ്റം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓൾറെഡി ഇതിലേക്ക് വരുന്ന സിസ്റ്റം നേരെ വരുന്നത് ഒരു സ്വിച്ചിലേക്കാണ് വരുന്നത്. മെയിൻ കൺട്രോളിങ് സ്വിച്ചിലേക്കാണ് വരുന്നത്. ഈ സ്വിച്ചിലേക്ക് നമ്മൾ 3 ഫേസും ന്യൂട്രലും കൂടിയാണ് വരുന്നത്. ന്യൂട്രൽ ലിങ്ക് കൊണ്ട് ന്യൂട്രൽ ലിങ്കിലേക്കാണ് കയറുന്നത്. ന്യൂട്രൽ ലിങ്കിലേക്കും കൂടി കയറി വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന ലിവർ കണ്ടോ, ആ ലിവറാണ് നമ്മൾ പാനൽ ബോർഡിൻ്റെ ഫ്രണ്ടിൽ വരുന്ന സ്വിച്ചായിട്ട് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ലിവർ നമ്മൾ ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ട ഈ ലിവറിൻ്റെ സ്വിച്ച് ഉണ്ട്. അത് നമ്മൾ പാനൽ ബോർഡിൻ്റെ ഡോർ അടച്ചതിന് ശേഷം ആ ലിവർ ഈ ഇതിൽ വന്നിട്ട് ഈ സ്വിച്ചിൽ വന്നിട്ട് കറക്റ്റ് സൂട്ടായി കഴിയുമ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതിനുള്ള ശേഷം വീഡിയോ ആ ലിവർ നമ്മൾ ഇട്ടതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണ്. ഇത് ഓൾറെഡി ഇട്ടതിന് ശേഷം ആ 0യും 1 എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. 0 എന്ന് ഉദ്ദേശിച്ച് 0, 1 എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓൺ പൊസിഷൻ. ഇതാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ള കാര്യം. ഇതാണ് മെയിനായിട്ട് നമ്മൾ KSEBിൽ വരുന്ന ഒരു പാനൽ ബോർഡിൻ്റെ ഓൺ ഓഫ് മെയിനായിട്ട് വരുന്ന സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. ഈ സ്വിച്ചിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മളൊരു മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ജസ്റ്റ് നമ്മൾ ഓഫ് ചെയ്തിട്ട് ഇത് മെയിൻ്റനൻസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആരെങ്കിലും ഓൺ ആക്കാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്, സേഫ്റ്റി ഓപ്ഷൻ ഉണ്ട്. ഒരു താഴ് ഇതിൻ്റെ ഉള്ളിലൂടെ കണ്ട ആ ലിവറിൻ്റെ ഉള്ളിലൂടെ ഇട്ടതിന് ശേഷം ഇട്ടതിന് ശേഷം ആ താഴ് പൂട്ടി താക്കോൽ നമ്മൾ കൊണ്ടുപോകണം. അതാണ് അതിൻ്റെ സേഫ്റ്റി. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് സേഫ്റ്റി ആയിട്ട് പാനൽ ഏത് ഫ്ലോറിലാണെങ്കിലും ഈ മെയിൻ കൺട്രോളിങ് സ്വിച്ച് കണ്ട ഇത് ഉള്ളിൽ താഴെ ഇട്ടതിന് ശേഷം പൂട്ടിയതിന് ശേഷം ലിവർ ഓൺ ഓഫ് ഒന്നും ചെയ്യാൻ പറ്റാതെ എപ്പോഴും ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ ഈ പുഷ് ബട്ടൻ്റെ അവിടെ കാണുന്ന അതിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സേഫ്റ്റിയാണ് ഫസ്റ്റ്. ഇത് മെയിൻ കൺട്രോളിങ് സ്വിച്ചാണ്. ഈ മെയിൻ കൺട്രോളിങ് സ്വിച്ചിൽ നിന്ന് നേരിട്ട് ഓരോ സെക്ഷൻ്റെ ഇൻപുട്ട് സെക്ഷനിലേക്കാണ് പോകുന്നത്. ഓരോ സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഫ്ലോറിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മീറ്റർ കണക്ഷൻ. അതായത് നമ്മൾ KSEBിൽ നിന്ന് മെയിനായിട്ട് ഒരൊറ്റ കണക്ഷനാണ് കൊണ്ടുവരുന്നത്. ആ ഒരൊറ്റ കണക്ഷൻ്റെ 70ൻ്റെ കേബിൾ ഇട്ടതിന് ശേഷം പല മീറ്ററുകൾ സെക്ഷനുകളാണ് വയ്ക്കുന്നത്. കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോ ഫ്ലോറിലേക്കും ഓരോ റൂമുകളിലേക്കും സെപ്പറേറ്റ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് സെപ്പറേറ്റ് മീറ്ററാണ് വയ്ക്കേണ്ടത്. അത് KSEBിയുടെ തന്നെ മീറ്ററാണ് വയ്ക്കേണ്ടത്. അപ്പോൾ ഈ KSEBിയുടെ മീറ്റർ സെപ്പറേറ്റ് നമ്മൾ ഓരോന്ന് ലൈൻ വലിച്ചെടുക്കുന്നതിന് പകരമായിട്ടാണ് ഒരു മെയിൻ കേബിൾ KSEBിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമ്മുടെ മെയിൻ കൺട്രോളിംഗ് ബോർഡിലേക്ക് വരുന്നത്. അതിൽ നിന്നും സെപ്പറേറ്റ് ഓരോ മീറ്റർ വയ്ക്കാനുള്ള ഓപ്ഷനിലേക്കാണ് പോകുന്നത്. അത് നേരെ വരുന്നതിന് ശേഷം മീറ്ററിലേക്ക് വരുന്നു. ഇതിൽ നിന്നും 3 ബസ് ബാർ വഴി നമുക്ക് 3 ഫേസ് കണക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ 3 ഫേസ് കണക്ഷൻ എടുക്കും, അല്ലെങ്കിൽ സിംഗിൾ ഫേസ് ആവശ്യമുണ്ടെങ്കിൽ സിംഗിൾ ഫേസിൻ്റെ കണക്ഷൻ. 3 ഫേസ് ആവശ്യമുണ്ടെങ്കിൽ 3 ഫേസും ഒരു ന്യൂട്രും എടുക്കും. സിംഗിൾ ഫേസ് കണക്ഷൻ ആണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ഫേസ് കൊടുക്കും, ഒരു ന്യൂട്രും കൊടുക്കും. അത് നേരെ പോകുന്നത് മീറ്ററിലേക്കാണ് പോകുന്നത്. ഈ പറയുന്ന ഓരോ സെക്ഷൻ്റെ മീറ്ററിലേക്ക് പോകുന്നു. അതിൽ നിന്ന് നേരിട്ട് നമ്മുടെ ഫ്യൂസ് യൂണിറ്റിലേക്ക് വരുന്നു. ഫ്യൂസ് യൂണിറ്റിൽ നേരെ ഐസൊലേറ്ററിലേക്കാണ് വരുന്നത്. ഐസൊലേറ്ററിൽ നിന്ന് നേരെ നമ്മുടെ പറയുന്ന കേബിൾ വഴി നമ്മൾ ഈ പറയുന്ന ട്രേയിലൂടെ കേബിൾ വഴി നേരെ നമ്മുടെ റൂമുകളിലേക്കുള്ള DB സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇതാണ് സിമ്പിളായിട്ടുള്ള വയറിങ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം PP കാണുന്ന ഇതെല്ലാം തന്നെ മീറ്റർ വയ്ക്കാനുള്ള ഓപ്ഷനാണ്. മീറ്റർ വയ്ക്കാനുള്ള ഓപ്ഷനും അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ബസ് ബാർ, അതായത് ബസ് ബാർ എന്ന് പറഞ്ഞാൽ നേരത്തെ പോകുന്ന ആ സർക്യൂട്ടിൻ്റെ മെയിനായിട്ടുള്ള സപ്ലൈ പോകുന്ന ലൈനാണ്. പിന്നെ ഓരോ സെക്ഷനിലേക്ക് പോകുന്ന മീറ്റർ യൂണിറ്റും അതിൻ്റെ തൊട്ട് മുകളിൽ ഫ്യൂസ് യൂണിറ്റുമായിട്ടാണ് പാനൽ ബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.